മലയാളത്തിൽ വേണ്ട ഞാൻ പറഞ്ഞിട്ടില്ല. ഫ്ലെക്സും ബാനറും പോസ്റ്ററും ഒഴിവാക്കിയിരിക്കുകയാണ്. ഇത്രയേ സൂചിപ്പിച്ചുള്ളൂ. ഇങ്ങനെ ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നില്ല, ഇങ്ങനെ കേട്ടത് പ്രതീക്ഷിച്ചിരുന്നത് ഞാൻ പറഞ്ഞുള്ളൂ. അദ്ദേഹം അപ്പം ഫാദറിനെ ആക്രമിക്കേണ്ടായിരുന്നു. അതാണ് എൻ്റെ ഒരു ജനങ്ങൾ തീരുമാനിക്കട്ടെ, പത്തനാപുരത്ത് ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്താണ് യാഥാർത്ഥ്യം എന്നുള്ളത്. ഇപ്പം ഇവരാണ് കേസെടുത്തത്, സി ബി ഐ കേസിൽ എന്ത് പറ്റി, അങ്ങനെ പല ആക്ഷേപങ്ങൾ നിൽക്കുന്നു. ഇത് ശരിയായില്ല, അത് ശരി. ഞങ്ങൾക്ക് ഇടതുപക്ഷത്തിൻ്റെ കൂടെ പെരുമാറാൻ പറ്റുമോ? ഇടതുപക്ഷത്തിൻ്റെ കൂട്ടത്തിൽ ആക്രമിക്കാൻ പറ്റുമോ ആൾക്കാരെ? ഇത്തവണ ഇലക്ഷന് യു ഡി എഫിന്റെ ഒരു പ്രതീക്ഷ എത്രത്തോളം ഉണ്ട്? 100% യു ഡി എഫിൻ്റെ വിക്ടറി ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. യു ഡി എഫ് വിജയത്തിലേക്കാണ് പോകുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ വാർത്തകൾ നിറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മത്സരിക്കുന്നുണ്ടെങ്കിൽ ഒരു ഫ്ലെക്സോ ഒരു ചുമരെഴുത്തോ ഒന്നും തന്നെ ഇല്ലാതെയാണ് മത്സരിക്കുന്നത്. മലയാളത്തിൽ വേണ്ട ഞാൻ പറഞ്ഞിട്ടില്ല. ഫ്ലെക്സും ബാനറും പോസ്റ്ററും ഒഴിവാക്കിയിരിക്കുകയാണ്. വളരെയധികം ഫിനാൻഷ്യലായിട്ടൊരു ബേർഡൻ കൂടിയാണത്. പിന്നെ നമുക്കിപ്പോൾ അറിയാം, പെട്രോൾ പോലും ഇല്ല പല സ്ഥലത്തും, LPG ഇല്ല. ഞങ്ങളുടെ ഇപ്പോൾ പമ്പ് ഞാൻ വിട്ടപ്പോഴത്തേക്ക് പെട്രോൾ ഇല്ലാതെ അവിടെ റെസ്റ്റോറൻറ്റ്സ് അടിച്ചിരിക്കുന്നു. നമുക്കൊരു വലിയ ലാവിഷ് ഇലക്ഷൻ്റെ സമയമല്ല ഇത്. പിന്നെ ഞാനൊരു 25 വീട് എൻ്റെ നാടിന് വേണ്ടി ഇപ്പോൾ കൂടുതൽ ചെയ്യുകയാണ്. മൊത്തം 100 വീട് 5 വർഷം കൊണ്ട് ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പം ആ ഒരു സാഹചര്യമാണ് ഇപ്പം ഇവിടെ ഉള്ളത്. ഇപ്പോൾ 25 വീട് കൂടി ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ബേർഡൻ കൂടിയുണ്ട്. അങ്ങനെയുള്ള ഭവനരഹിതരല്ലാത്ത പുതുപ്പള്ളി എന്ന സ്വപ്നത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. സ്ഥാനാർത്ഥിയാവുകയാണെങ്കിൽ ഇങ്ങനെ ഇത് ബാനറോ പോസ്റ്ററോ ഒന്നുമില്ലാതെ ജയിക്കാൻ പറ്റും എന്നുള്ള കോൺഫിഡൻസ് അത്രത്തോളം ഉണ്ടാവും? അല്ല, ഞങ്ങൾ ക്യാമ്പയിനുണ്ട്, ഡോർ ടു ഡോർ ക്യാമ്പയിനുണ്ട്, ജനങ്ങളിലേക്ക് ഇറങ്ങി ചെന്ന് പ്രവർത്തിക്കുന്ന ക്യാമ്പയിനുണ്ട്, ഡിജിറ്റൽ ക്യാമ്പയിനുണ്ട്. പിന്നെ ഞങ്ങളുടെ സ്ഥാനാർത്ഥി പര്യടനമുണ്ട്, വിവിധ പോയിന്റിൽ കവർ ചെയ്തുകൊണ്ടുള്ള സ്ഥലങ്ങളിലേക്ക് പോകും. കൈപ്പത്തി ഉണ്ടായിരിക്കും, കൈപ്പത്തി അടിച്ച് ഞങ്ങൾ പ്രചരണം നടത്തും. കാരണം പാർട്ടിയൊക്കെ ആണ് വലുത് ഇൻഡിവിജ്വലിനെ കാട്ടി. അപ്പം കൈപ്പത്തി മതി. അതുപോലെ ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ഉമ്മൻചാണ്ടി സാർ വീണ്ടും വീണ്ടും ചർച്ചയാകുന്ന ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയാം. ഇത്തവണയും അങ്ങനെ തന്നെയാണ് കാണുന്നത്. യു ഡി എഫിൻ്റെ പ്രചരണങ്ങളിലാണെങ്കിലും ഉമ്മൻചാണ്ടി എന്ന പേര് പ്രതിഫലിച്ച് തന്നെ നിൽക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അതൊരു പേരിങ്ങനെ ഇപ്പോഴും ഇത്രയധികം സ്ഥാനാർത്ഥികൾ വരുന്നത് വലിയൊരു എന്താ പറയുക, ചാരിതാർത്ഥ്യം നൽകുന്ന കാര്യം. കാരണം ഇപ്പോഴും ആൾക്കാർ മറക്കുന്നില്ല എന്നുള്ളത്, അവരുടെ സ്നേഹമുണ്ട് എന്നുള്ളത് വളരെയധികം ഞങ്ങളെയൊക്കെ അതിശയപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അവസാന ഘട്ടത്തിൽ ഇപ്പോൾ ഗണേഷ് കുമാറിനെതിരെ വന്ന ആരോപണങ്ങൾ അത് വന്നപ്പോൾ പല UDF നേതാക്കളും, ഇപ്പോൾ നമ്മൾ K മുരളീധരൻ അടക്കമുള്ള ആളുകളോട് സംസാരിച്ചിരുന്നു. അദ്ദേഹം അടക്കം പറഞ്ഞിട്ടുള്ളത് ഉമ്മൻചാണ്ടി സാറിനെതിരെ പറഞ്ഞതിന് കിട്ടിയ ഒരു തിരിച്ചടി എന്നാണ് അതിന് വിശേഷം. ഞാനൊന്നും പറയുന്നില്ല. എന്നാലും ഒരു തിരഞ്ഞെടുപ്പ് ഘട്ടം വരുമ്പോഴുണ്ടായ ആ ഒരു വിവാദം വിഷമിപ്പിച്ചിരുന്നു. അല്ല, വിവാദം ഇപ്പം ഞാനൊന്ന് ഇത്രയേ സൂചിപ്പിച്ചുള്ളൂ. ഇങ്ങനെ ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നില്ല, ഇങ്ങനെ കേട്ടത് പ്രതീക്ഷിച്ചിരുന്നത് ഞാൻ പറഞ്ഞുള്ളൂ. അദ്ദേഹം അപ്പം ഫാദറിനെ ആക്രമിക്കേണ്ടായിരുന്നു. അതാണ് എൻ്റെ ഒരു അതുകൊണ്ട് തന്നെയാണോ ഇത്തവണ അത് ചർച്ചയാകും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ അത് കേരളത്തിലെ ജനങ്ങൾ തീരുമാനിക്കട്ടെ, പത്തനാപുരത്തെ ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്താണ് യാഥാർത്ഥ്യം എന്നുള്ളത്. ഇപ്പം ഇവരാണ് കേസെടുത്തത്, സി ബി ഐ കേസിൽ എന്ത് പറ്റി, അങ്ങനെ പല ആക്ഷേപങ്ങൾ നിൽക്കുന്നു. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരാടാൻ വന്നപ്പോൾ UDF എടുത്തൊരു തീരുമാനമുണ്ട്. പക്ഷേ ഗണേഷ് കുമാറിൻ്റെ ഒരു വിഷയം വന്നപ്പം LDF കാണിച്ചൊരു കാര്യമുണ്ടല്ലോ, അതിനെക്കുറിച്ച് എന്താണ് തോന്നുന്നത്? മാതൃകാപരമായൊരു നടപടി ഉണ്ടായില്ല എന്നാണോ? അല്ല, ഇപ്പം ഓരോരുത്തരും അവരവരുടെ രീതി അനുസരിച്ച് അവരുടെ എന്താ പൊളിറ്റിക്കൽ കൾച്ചർ അനുസരിച്ചല്ലേ തീരുമാനം എടുക്കുള്ളൂ. അവരുടെ തീരുമാനം, അവരുടെ സംസ്കാരം. അതുപോലെ എനിക്ക് ഓർമ്മയുണ്ട്, ഞങ്ങൾ ഈ തദ്ദേശ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് താങ്കളുടെ അടുത്ത് വന്നപ്പോൾ താങ്കൾ പറഞ്ഞിട്ടുള്ള കാര്യം ഉണ്ടായിരുന്നു, നിങ്ങളൊന്നും നോക്കണ്ട, ശബരിമല വിഷയമായിരിക്കും ഇത്തവണ ഇവരെ തോൽപ്പിക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. ആ കോൺഫിഡൻസ് തന്നെയാണ് ഇപ്പോൾ ശബരിമല വിഷയം തന്നെ. ശബരിമല വിഷയമാണല്ലോ, അത് വിഷയമല്ലാതെ എങ്ങനെയായി? ഈ സർക്കാരിൻ്റെ കാലത്ത് ശബരിമല കൊള്ളയടിക്കപ്പെട്ടത് യാഥാർത്ഥ്യമാണോ? ഇവരുടെ ദേവസ്വം ബോർഡാണോ? ഇവരുടെ മെമ്പർമാരാണോ? ഇവരുടെ ഓഫീസേഴ്സാണോ? അപ്പം അതിനെതിരെ നടപടിയില്ല എന്ന് പറഞ്ഞാൽ അവർ അറസ്റ്റ് ചെയ്തവരെല്ലാം പുറത്തു വിട്ടില്ലേ? തന്ത്രിയെ കുടുക്കിയത് ഇവരെ പുറത്തിറക്കാൻ വേണ്ടിയല്ലേ? തന്ത്രിയെ കുടുക്കിയതല്ലേ? അവിടെ എന്താ പറയുക അഡ്മിനിസ്ട്രേറ്റീവ് റൈറ്റില്ലാത്ത ഒരാളെ അറസ്റ്റ് ചെയ്ത് എന്തിനാണ് ജയിലിലിട്ടത്? അപ്പോൾ ഇവരെ പുറത്തിറക്കാനുള്ള സ്ട്രാറ്റജി ആയിരുന്നു ഞാൻ കരുതുന്നു. പക്ഷേ UDF ഒരു ശരിയായ രീതിയിൽ അതിനെതിരെ ഒരു പ്രതിഷേധം നടത്തിയെന്ന് തോന്നുന്നുണ്ടോ? ഏതിനെതിരെ? ഈ ശബരിമല വിഷയം വന്നപ്പോൾ അത് കൈകാര്യം ചെയ്ത കുറച്ചുകൂടി. അല്ല, എല്ലാ പ്രാവശ്യവും മീഡിയക്ക് ഇതേപോലെ ഒബ്ജക്ഷൻ ഉള്ളത്, ഞങ്ങൾ ഇത് ശരിയായില്ല, അത് ശരി. ഞങ്ങൾക്ക് ഇടതുപക്ഷത്തിൻ്റെ കൂടെ പെരുമാറാൻ പറ്റുമോ? ഇടതുപക്ഷത്തിൻ്റെ കൂട്ടത്തിൽ ആക്രമിക്കാൻ പറ്റുമോ ആൾക്കാരെ? അത് പറ്റത്തില്ല. അതിനപ്പുറമായിട്ടാണ് നമ്മുടെ പ്രവർത്തനം. ഇപ്പോൾ വീണ ജോർജിൻ്റെ വിഷയം വന്നപ്പോഴടക്കം പറഞ്ഞത് അക്രമാസക്തമായി പ്രവർത്തിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഭയങ്കരമായ ആരോപണങ്ങൾ ഉണ്ടായിരുന്നത്. അപ്പോൾ KSU ആണ് അതിന് കാരണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായ ആരോപണം. അതല്ല, അതിപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, എന്ത് ആക്ഷേപം പറഞ്ഞാലും വീഡിയോ വിഷ്വൽസ് ഉണ്ട്. ഒരു മണൽ തരി ഇട്ടിട്ടില്ല.
മണൽത്തരി. പക്ഷേ മുദ്രാവാക്യം പഠിച്ചിട്ടുണ്ട്. ഇപ്പം മുദ്രാവാക്യമാണ് എന്താ വാളെങ്കിൽ നമുക്കൊന്നും പറയാനില്ല. കല്ലെറിഞ്ഞ ടീമാണ് മുഖ്യമന്ത്രി. കല്ലെറിഞ്ഞ് നെറ്റി പൊട്ടിച്ചു, നെഞ്ച് തകർത്തു, എന്നിട്ട് ലോഹക്കൂടാന്ന് പറഞ്ഞ ആൾക്കാരാണ് ഇപ്പം തെറി വിളിച്ചപ്പം ബോധം കെട്ട് വീഴുന്നു. അത് ചോദിക്കാനായിരുന്നു ഞാൻ വരുന്നത്. കാരണം വീണ ജോർജിന്റെ വിഷയം വന്നപ്പം എല്ലാവരും പങ്കുവച്ചൊരു പോസ്റ്റുകളുണ്ട്. അതിൽ ചോരയിൽ ഇങ്ങനെ ചോരപ്പാടുകളോടെ നിൽക്കുന്ന ഉമ്മൻചാണ്ടിയുടെ ഒരു ഫോട്ടോയും ഉണ്ടായിരുന്നു. അല്ല, അതിപ്പം യാഥാർത്ഥ്യമല്ലേ, യാഥാർത്ഥ്യമായി നിൽക്കുന്നൊരു കാര്യമല്ലേ. അന്നത് മറന്നു ഇന്നത് ആരോപിച്ചു എന്നാണ്. അല്ല, വരട്ടെ, നോക്കാം. ഇപ്പോൾ അച്ചുമ്മനെ കുറിച്ച് എല്ലാവരും ചോദിക്കാറുണ്ട്. അച്ചുമ്മൻ രാഷ്ട്രീയം വേണ്ടാന്ന് വെച്ച് വിദേശത്ത് തന്നെ നിൽക്കുന്ന ഒരാളാണോ, അല്ല രാഷ്ട്രീയത്തിലേക്ക് ഒരു താല്പര്യമില്ലാത്ത ഒരാളാണോ? എനിക്കിപ്പോൾ അവരുടെ അഭിപ്രായം എനിക്ക് അങ്ങനെ പറയാൻ പറ്റും. ഞാൻ അവർക്ക് വേണ്ടി അങ്ങനെ സംസാരിക്കും, രണ്ടുപേർക്കും അങ്ങനെ സംസാരിക്കും. നിങ്ങൾ അവരോട് തന്നെ ചോദിക്കണം. മറിയമ്മന്റെ കാര്യത്തിലും അങ്ങനെ സ്ഥാനാർത്ഥി ആയേക്കും എന്നൊക്കെ പറഞ്ഞ് ചെങ്ങന്നൂരിൽ അത് നിങ്ങൾ സംസാരിക്കുക. എൻ്റെ അടുത്ത് ചോദിച്ചിട്ട് എന്താ കാര്യം? ഞാനങ്ങനെ അവരുടെ കാര്യം പറയും. പാർട്ടി പറയട്ടെ, എല്ലാവരും പറയട്ടെ.